പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് നോർമൽ ആണോ? ആക്ച്വലി സെക്സ് ആൻഡ് പെയിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് കണക്ഷൻ തന്നെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നല്ലപോലെ എന്താ പറയുക ലൂബ്രിക്കേഷൻ ഉണ്ട്, റിലാക്സ്ഡ് ആണെങ്കിൽ അങ്ങനെ പെയിൻ ഇല്ലാത്തൊരു സാധനമാണ് സെക്സ്. ഓക്കെ. സെക്സ് പെയിൻഫുൾ അല്ല. ഓ. അങ്ങനെ ഇപ്പം ആണ് ഇൻ സം കേസസ്, ബട്ട് ദെൻ ജനറലൈസ് ചെയ്ത് ഇറ്റ്സ് ഓൾവേസ് പെയിൻഫുൾ. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും പെയിൻ ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല സെക്സ്. ഓക്കെ. ഇഫ് യു ഡോണ്ട് ഇപ്പം നല്ലപോലെ നമ്മുടെ ബോഡി റെഡിയല്ല, നമ്മൾ ഇതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വെൻ യു ഗെറ്റ് ഇൻ ടു എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് യുവർ ബോഡി കമ്മ്യൂണിക്കേറ്റ് ടു യു. നമ്മുടെ ബോഡി ആക്ച്വലി പറയുന്ന പോലെ നമ്മുടെ എനർജി ഫ്ലോയുടെ കോൺസെപ്റ്റ് പറയില്ലേ, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എനർജീസ്. അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ലൂസ് ആവില്ലേ, ഭയങ്കരമായിട്ട് കാലസ് ആയിട്ട് ഇങ്ങനെ ഒഴുകും, ഫ്ലോയിങ് ബോഡി ആയിരിക്കും എന്ന് പറയുമ്പോൾ വി ആർ ആക്ച്വലി എൻജോയിങ് ദറ്റ് പ്രോസസ്, വി ആർ ഇൻ ടു ദാറ്റ്. അപ്പോൾ നമുക്ക് ലൂബ്രിക്കേഷൻസ് ഉണ്ട്, ദെൻ ദ സെക്സ് ഇസ് നോട്ട് പെയിൻഫുൾ. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ പിടിച്ച് വലിച്ച് ബലമായി ഫോഴ്സ്ഫുള്ളി, ഇപ്പോൾ റേപ്പ് ഫോഴ്സ്ഫുള്ളിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. അപ്പം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും, ടയേഴ്സ് ഉണ്ടാവും, ചെറിയ ബ്രൂസസ് ഉണ്ടാവാം, പെയിൻ ഉണ്ടാവും, പെനട്രേഷൻ ഒക്കെ പെയിൻഫുൾ ആയിട്ട് തോന്നും. ദാറ്റ് ഇസ് ബിക്കോസ് യു ആർ നോട്ട് റെഡി. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഫോർ പ്ലേ, നമ്മുടെ എന്താ ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞപ്പോൾ മുതൽ ഫോർ പ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി എന്ന് സംസാരിച്ചു തുടങ്ങിയൊരു വിഷയമല്ലേ ഫോർ പ്ലേ. അതാ ഞാൻ പറഞ്ഞേ, പെനിട്രേഷൻ ഇസ് ഫോർ മെൻ നോട്ട് ഫോർ വിമൻ. ഈ വെജാനൽ പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലൂബ്രിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് ദ അതർ പാർട്ട്ണർ. ഓക്കെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഇപ്പം നമ്മൾ ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ സാറുമാർ പഠിപ്പിച്ചിരുന്ന കാര്യം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ, ചില മെൻ ദേ ആർ നോട്ട് റിയലി, ദേ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്, അവർക്ക് പെനിട്രേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമുക്കിങ്ങനെ ഈ പറയുന്ന പോലെ സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയുന്നത് മാറണം കേട്ടോ, മാറരുതെന്നല്ല ഞാൻ പറയണേ. അപ്പം നമ്മൾ പറയും യു ഹാവ് ടു ഗെറ്റ് റെഡി. അപ്പം ചിലപ്പം അവർ ഡോക്ടേഴ്സ് തന്നെ പറയും ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് അപ്പോൾ യു ആർ റെഡി. നമ്മൾ നമ്മുടെ ബോഡീനെ റെഡി ആക്കിയതിന് ശേഷം ഈ പറയുന്ന പോലെ ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് പ്രായമുള്ളവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വിമൺ ആണെങ്കിലും പറയും നമ്മുടെ അടുത്ത് സെക്സ് അവർക്ക് ഇൻ്റർകോഴ്സ് വേണം, ബട്ട് ദെൻ ഭയങ്കര വിഗറസ് ആണ്, വേറെ ഒന്നും ഇതാവില്ല, വരിക അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ളൂ, ഭയങ്കര പെയിൻഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ അപ്രോച്ചസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും.